So, very good morning to all. So, today we are going to discuss about the biasing of Mosfet. So, in this lecture, we are going to see about the depletion mode biasing. Okay. So, in the next lecture, we will be seeing the biasing of enhancement mode MOSFET. Okay. So, we will start with the biasing of depletion mode MOSFET. So, for a MOSFET to work as an amplifier, it has to bias properly. Already നമ്മൾ ബി ജെ ടിയിലൊക്കെ കണ്ടിട്ടുണ്ട് ബി ജെ ടി ഷുഡ് ബി ബയാസ്ഡ് പ്രോപ്പർലി ഇൻ ക്യൂ പോയിന്റ് സോ ദാറ്റ് ദ ബി ജെ ടി വിൽ ബി വർക്കിംഗ് ആസ് എ ലീനിയർ ആംപ്ലിഫയർ. സോ സിമിലർലി മോസ്ഫെറ്റും നമ്മൾ പ്രോപ്പർലി ബയാസ് ചെയ്യണം, ക്യൂ പോയിന്റ് ബയാസ് ചെയ്ത് വെക്കണം. സോ ദാറ്റ് ദ മോസ്ഫെറ്റ് വിൽ ബി വർക്കിംഗ് ആസ് ആൻ amplifier. Okay, and in case of depletion mode MOSFET, the gate required negative voltage. Depletion mode MOSFET in the case അതിൻ്റെ ഗേറ്റ് ടെർമിനൽ ഇറ്റ് ഷുഡ് ബി റിവേഴ്സ്ഡ് ബയാസ്, അതായത് ഗേറ്റിൽ ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആവശ്യമാണ്. ഓക്കെ, ആൻഡ് there are three types of biasing techniques in depletion mode MOSFET. First one is fixed bias, second one is source self bias, and third one is voltage divider bias. ഈ മൂന്ന് ബയാസിംഗ് ടെക്നിക്സ് ആണ് ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റിൽ കോമൺലി യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫിക്സഡ് ബയാസ്, സെക്കൻഡ് വൺ ഈസ് സോഴ്സ് സെൽഫ് ബയാസ്, ആൻഡ് തേർഡ് വൺ ഈസ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. നൗ വി ക്യാൻ സീ these three biasing techniques used. First one is fixed bias in MOSFET. Okay, fixed bias in depletion mode MOSFET. Okay, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം here two power supplies are used. അതല്ലേ, ഒരു വി ഡി ഡിയും ഒരു വി ജി ജിയും, അങ്ങനെ രണ്ട് പവർ സപ്ലൈ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ടു പവർ സപ്ലൈസ് ആർ യൂസ്ഡ് ഹിയർ. ഒരു പവർ സപ്ലൈ എവിടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഡ്രെയിൻ ടെർമിനലിലാണ്. ഡ്രെയിൻ റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് വി ഡി ഡി എന്ന് പറയുന്ന ഒരു പവർ സപ്ലൈ, ആൻഡ് അനദർ പവർ സപ്ലൈ വി ജി ജി ഈസ് കണക്റ്റഡ് ടു ദ ഗേറ്റ് ടെർമിനൽ. ഓക്കെ, ഗേറ്റിനും ഗ്രൗണ്ടിനും അക്രോസ് ഒരു വോൾട്ടേജ് സപ്ലൈ വി ജി ജിയും അതുപോലെ ഡ്രെയിൻ ടെർമിനലിൽ വി ഡി ഡി എന്ന് പറയുന്ന ഒരു പവർ സപ്ലൈയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എ ഫിക്സഡ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് അറ്റ് ഗേറ്റ് ടെർമിനൽ ഓഫ് മോസ്ഫെറ്റ്. ഒരു ഗേറ്റ് ടെർമിനലിൽ ഒരു ഫിക്സഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗേറ്റ് ടെർമിനലിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആണ് അല്ലേ. എ നെഗറ്റീവ് പവർ സപ്ലൈ ഈസ് അപ്ലൈഡ് അറ്റ് ഗേറ്റ് ടെർമിനൽ. അതായത് ഇവിടെ ഒരു നെഗറ്റീവ് പവർ സപ്ലൈ ആണ് അപ്ലൈ ചെയ്തത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റിന്റെ കേസിൽ ഗേറ്റ് വോൾട്ടേജ് ഷുഡ് ബി നെഗറ്റീവ്. സോ ഫോർ പ്രൊവൈഡിങ് ദാറ്റ് വി ആർ പുട്ടിങ് എ പവർ സപ്ലൈ ഹിയർ. ഒരു ഗേറ്റിൽ ഒരു നെഗറ്റീവ് പവർ സപ്ലൈ കൊടുക്കുകയാണ്, സോ ദാറ്റ് ദ ഗേറ്റ് വോൾട്ടേജ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ, സോ ഹിയർ വി ജി മീൻസ് എന്താ? ഗേറ്റ് വോൾട്ടേജ്. ഗേറ്റ് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു മൈനസ് വി ജി ജി ആയിരിക്കും. വി ജി എന്ന് പറയുന്ന ഗേറ്റ് വോൾട്ടേജ്. ഇവിടെ നമ്മുടെ ഈ ട്രാൻസിസ്റ്റർ മീൻസ് എന്താ, മോസ്ഫെറ്റിന്റെ ടെർമിനൽ ഇവിടെ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഡ്രെയിന്, ഇതാണ് നമ്മുടെ ഗേറ്റ്, ആൻഡ് ഇതാണ് നമ്മുടെ സോഴ്സ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പറഞ്ഞു ഇത് ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് ആണ്, അതുകൊണ്ടാണ് അതിന്റെ സിമ്പൽ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊരു എൻ ചാനൽ ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് ആണ്. ഇപ്പോൾ അത് എൻഹാൻസ്മെന്റ് മോഡ് ആയിരുന്നെങ്കിൽ എങ്ങനെ വരക്കും? ഇവിടെ 3 ഡോട്ടഡ് ലൈൻ ആയിട്ടാണ് നമ്മൾ വരക്കുക. എൻഹാൻസ്മെന്റ് മോഡ് ആണെങ്കിൽ ഇങ്ങനെയായിരുന്നു നമ്മൾ വരക്കുക. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണല്ലോ, ക്ലിയർ അല്ലേ? സോ ഈ മോസ്ഫെറ്റിന് 3 ടെർമിനൽസ്, ഡ്രെയിന്, ഗേറ്റ് ആൻഡ് സോഴ്സ്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു വി ജി വിൽ ബി ഈക്വൽ ടു മൈനസ് വി ജി ജി. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു ഫിക്സഡ് നെഗറ്റീവ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് അറ്റ് ഗേറ്റ്, സോ ദാറ്റ് gate voltage will be negative, so Vg is equal to minus VGG. Similarly, Vs എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയുള്ള വോൾട്ടേജ്,
അപ്പോൾ ഈ സോഴ്സ് ടെർമിനൽ എവിടെയാണ്? ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ സോഴ്സ് ടെർമിനൽ വിൽ ബി സോഴ്സ് വോൾട്ടേജ് വിൽ ബി 0 അല്ലേ? സോഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് ഡയറക്ട്ലി ഗ്രൗണ്ടിലേക്കാണ്. സോ സോഴ്സ് വോൾട്ടേജ് വിൽ ബി 0. സോ വി എസ് ഈക്വൽ ടു 0. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വി ജി എസ് എന്ന് പറഞ്ഞാൽ എന്താ? വി ജി എസ് വിൽ ബി ഈക്വൽ ടു വി ജി മൈനസ് വി എസ് ആണ് അല്ലേ? വി ജി മൈനസ് വി എസ് ആണ്. So already Vs is 0 ആണ്. So Vg is equal to Vg which will be equal to minus VGG. Okay, minus VGG. VGS നമുക്ക് എന്ത് കിട്ടി? Minus VGG എന്ന് കിട്ടി. So this is our important equation 1. Okay, now നമ്മൾ ഈ ഡ്രെയിൻ ടെർമിനലിൽ ഒരു ലൂപ്പ് എടുക്കുകയാണെങ്കിൽ, this is our drain loop. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? VDD will be equal to ID. ഇവിടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രെയിനിലുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രെയിൻ കറണ്ട് ആണ്. ഓക്കെ, ഡ്രെയിനിലുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ കറണ്ട് ID ആണ്. സോ VDD will be equal to IDRD പ്ലസ് ഇവിടെയുള്ള വോൾട്ടേജ് എന്താണ്? VDS. ഇവിടെയുള്ള വോൾട്ടേജ് VDS. സോ VDD will be equal to IDRD പ്ലസ് VDS ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് VDS എങ്ങനെ കിട്ടും? VDD മൈനസ് IDRD എന്ന് കിട്ടും. ഓക്കെ, സോ VDS will be equal to VDD minus IDRD. This is our equation number 2. Okay, and in case of Mosfet, Q point is a function of input and output voltages. അതായത് നമ്മൾ BJT-യിൽ ഓൾറെഡി കണ്ടു Q point is a function. അതായത് ഈ മോസ്ഫെറ്റിന്റെ കേസിൽ ക്യൂ പോയിന്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജസ്. ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് എന്താണ്? ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VGS ആയിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി VDS. സോ നമ്മുടെ ക്യൂ പോയിന്റ്, മോസ്ഫെറ്റിന്റെ കേസിൽ ക്യൂ പോയിന്റ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ നമ്മൾ ക്യൂ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിന്റെ ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇൻപുട്ട് വോൾട്ടേജ് വിൽ ബി VGS and output voltage will be VDS. So VGS equal to minus VGG എന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് VDS equal to VDD minus IDRD എന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഈ രണ്ട് വോൾട്ടേജും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ക്യൂ പോയിന്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് വൺ ഡിസഡ്വാൻറ്റേജ് വിത്ത് ദിസ് ഫിക്സഡ് ബയാസ് ഈസ് it is using two power supplies. അതായത് രണ്ട് പവർ സപ്ലൈ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. So that is the disadvantage of this fixed bias in depletion mode MOSFET. Okay, now coming to the source self bias in MOSFET. Okay, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഗേറ്റ് ടെർമിനലിൽ ഒരു നെഗറ്റീവ് വോൾട്ടേജ് വേണം അല്ലേ? സോ അതിനായിരുന്നു നമ്മൾ ഫിക്സഡ് ബയാസിന്റെ കേസിൽ ഗേറ്റിൽ ഒരു നെഗറ്റീവ് വോൾട്ടേജ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെയുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് പവർ സപ്ലൈ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ we instead of that fixed voltage at gate, we will be replacing it with a resistor RS in source terminal. അതായത് നേരത്തെ നമ്മൾ ഗേറ്റിൽ ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തിരുന്നു അല്ലേ? അതിന് പകരമായിട്ട് ഇവിടെ നമ്മൾ സോഴ്സ് ടെർമിനലിൽ ഒരു റെസിസ്റ്റൻസ് RS കൊടുക്കും. സോ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് രണ്ട് പവർ സപ്ലൈൻ്റെ ആവശ്യമില്ല. സോ ഫിക്സഡ് ബയാസിന്റെ ഡിസഡ്വാൻറ്റേജ് ഇവിടെ ഓവർകം ചെയ്തു. സോ ഇവിടെ എന്താ? നമ്മൾ ഗേറ്റിൽ ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നതിന് പകരം വിൽ ബി പ്രൊവൈഡിങ് എ സോഴ്സ് റെസിസ്റ്റൻസ് ഇൻ സോഴ്സ് ലീഡ്. സോഴ്സ് ലീഡിൽ ഒരു സോഴ്സ് റെസിസ്റ്റൻസ് വിൽ ബി പ്രൊവൈഡിങ്. സോ യൂസിങ് സിംഗിൾ പവർ സപ്ലൈ, the required negative voltage at gate with respect to source can be ensured by a resistor in source lead. So this source resistor RS will ensure that negative voltage will be there at gate terminal. ഈ ഒരു RSന്റെ ഫംഗ്ഷനാണ് ഇവിടെ എന്താ? RS നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സോ ദാറ്റ് നെഗറ്റീവ് വോൾട്ടേജ് വിൽ ബി അറ്റ് ഗേറ്റ് ടെർമിനൽ. ഓക്കെ, നൗ ഇവിടെ നിങ്ങൾക്ക് കാണാം VG മീൻസ് എന്താ? ഈ VG എന്ന് പറയുന്നത് എന്താ? ഡയറക്ട്ലി കണക്റ്റഡ് ടു ഗ്രൗണ്ട് ആണ്. ഓക്കെ, അതായത് സോറി, ഈ ഗേറ്റ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്ട്ലി കണക്റ്റഡ് ടു ഗ്രൗണ്ട് ആണ്. സോ VG വിൽ ബി ഈക്വൽ ടു 0. സിമിലർലി VS എന്ന് പറഞ്ഞാൽ
ഇവിടെയുള്ള ടെർമിനൽസ് മാർക്ക് ചെയ്യാം. ദിസ് ഈസ് അവർ ഡ്രെയിൻ, ദിസ് ഈസ് അവർ ഗേറ്റ് ആൻഡ് ദിസ് ഈസ് അവർ സോഴ്സ്. സോ ഇവിടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? IS ആണ് ഇവിടെ ഒഴുകുന്ന കറണ്ട്. ഇവിടെയുള്ള റെസിസ്റ്റൻസ് എന്താ? RS ആണ്. സോ ഇവിടെയുള്ള വോൾട്ടേജ് VS വിൽ ബി ഈക്വൽ ടു IS ഇൻറ്റു RS. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു IS വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IS ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു RS എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോറി, IS ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ID ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ISന് പകരം നമുക്ക് ID ആയിട്ട് റീപ്ലേസ് ചെയ്യാം. സോ VS വിൽ ബി ഈക്വൽ ടു ID ഇൻറ്റു RS എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സിമിലർലി VGS എന്ന് പറഞ്ഞാൽ VG മൈനസ് VS ആണ്. സോ VG is equal to 0. VS എന്ന് പറഞ്ഞാൽ ID RS ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ VGS will be equal to minus ID into RS നമുക്ക് കിട്ടി. ഓക്കെ, സോ VGS ഇവിടെ കിട്ടി. ഇനി എന്താ, നമുക്ക് VDS കാണണം അല്ലേ? സോ ഇൻ ഡ്രെയിൻ ലൂപ്പ് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? VDD will be equal to ഇവിടെയുള്ള കറണ്ട് ID ആണ്, IDRD പ്ലസ് ഇവിടെയുള്ള VDS പ്ലസ് ഇവിടെയുള്ള IDRS. ഓക്കെ, സോ ഇതിൽ നിന്ന് VDD ഈക്വൽ ടു IDRD പ്ലസ് VDS പ്ലസ് IDRS നമുക്ക് കിട്ടി. ആൻഡ് നമ്മുടെ ഡിപ്ലീഷൻ മോസ്ഫെറ്റിന്റെ കേസിൽ ദ വാല്യൂ ഓഫ് ഐഡിയുടെ വാല്യൂ വിൽ ബി ഈക്വൽ ടു IDSS ഇൻറ്റു 1 മൈനസ് VGS ബൈ VP ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഷോക്ലി ഇക്വേഷൻ. ഇതിന്റെ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല, ബട്ട് ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. കാരണം നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ID കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണിത്. ID വിൽ ബി ഫോർ ഇൻ കേസ് ഓഫ് ഡിപ്ലീഷൻ മോസ്ഫെറ്റ്. ഓക്കെ, ID will be equal to IDSS into 1 minus VGS by VP whole square. ഇവിടെ IDSSഉം VP എന്ന് പറയുന്നത് മോസ്ഫെറ്റിന്റെ പാരാമീറ്റേഴ്സ് ആണ്. ഇറ്റ് വിൽ ബി ചേഞ്ചിങ് ഫ്രം വൺ മോസ്ഫെറ്റ് ടു അതർ മോസ്ഫെറ്റ്. സോ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഈ IDSS വാല്യൂം VP വാല്യൂം വിൽ ബി ഗിവൺ. സോ അത് വെച്ചിട്ട് നമുക്ക് ID കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ VGS നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ഈ ഒരു ഇക്വേഷൻ നിന്ന് VDS നമുക്ക് കിട്ടും. ദെൻ ID നമുക്കിവിടെ കിട്ടും. ഓക്കെ, so that is all about source self bias in depletion mode MOSFET. Now coming to the third biasing circuit, that is voltage divider bias in depletion mode MOSFET. So ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ MOSFET as an amplifier പഠിച്ചപ്പം ജസ്റ്റ് ഇതിനൊരു ഇൻട്രഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, അതായത് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ഇൻ ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ്. ഓക്കെ, സോ ഇവിടെ എന്താ, ഡ്രെയിൻ റെസിസ്റ്റൻസ് RD ഉണ്ട്, സോഴ്സ് റെസിസ്റ്റൻസ് RS ഉണ്ട്, ദെൻ വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ് RG1ഉം RG2ഉം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ടെർമിനൽസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ഡ്രെയിൻ, ദിസ് ഈസ് ഗേറ്റ് ആൻഡ് ദിസ് ഈസ് സോഴ്സ് ടെർമിനൽ. ഓക്കെ, so this voltage divider biasing is the most widely used method to provide biasing and stabilization to a MOSFET. This is the most widely used technique for providing stabilization and biasing in MOSFET. And two resistance RG1ഉം RG2ഉം ആയിട്ടുള്ള voltage divider resistance is connected across power supply voltage VDD across connect ചെയ്തിട്ടുണ്ട്, and it will be providing biasing. This will be providing biasing. And the drain resistance, the main purpose of this drain resistance RD is to provide stabilization provide ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ drain resistance RD യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ RG1 RG2 എന്ന് പറയുന്ന ഈ നെറ്റ്വർക്ക് ഇറ്റ് വിൽ ബി ഫോമിംഗ് എ വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ്. RG1 RG2 വിൽ ബി ഫോമിംഗ് ആസ് എ വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ്. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമ്മൾ VG കണ്ടുപിടിക്കുകയാണെങ്കിൽ, VG എന്ന് പറഞ്ഞാൽ ഈ RG2 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. സോ ഇവിടെ നമ്മൾ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഗേറ്റ് വോൾട്ടേജ് VG നമുക്ക് കണ്ടുപിടിക്കാം. VG will be equal to total വോൾട്ടേജ് എത്രയാണ്, VDD into ഈ VGക്ക് അക്രോസ് ഉള്ള
റെസിസ്റ്റൻസ് എന്താ RG2 ആണ്. RG2 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് RG1 പ്ലസ് RG2 ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്താണ്. സോ VG വിൽ ബി ഈക്വൽ ടു VDD ഇൻറ്റു RG2 ഡിവൈഡഡ് ബൈ RG1 പ്ലസ് RG2. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി കണ്ടാണ്. ആൻഡ് സിമിലർലി VS എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? VS വിൽ ബി ഈക്വൽ ടു എന്താ? VS വിൽ ബി ഈക്വൽ ടു ഇവിടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ IS ആണ്. IS ഇൻറ്റു ഇവിടെയുള്ള റെസിസ്റ്റൻസ് RS ആണ്. IS ഇൻറ്റു RS ആയിരിക്കും. വി ഓൾറെഡി നോ IS അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ID ആണ്. സോ വി ക്യാൻ റൈറ്റ് VS വിൽ ബി ഈക്വൽ ടു ID ഇൻറ്റു RS എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ VGS എന്ന് പറഞ്ഞാൽ എന്താ? VGS is equal to VG minus VS ആണ്. ഓക്കെ, VG നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടി. VS is also there. So VGS will be equal to VDD into RG2 divided by RG1 plus RG2 minus ID into RS. So VGS നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നമ്മളെ ഈ RG1, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റിന്റെ കേസിൽ നമുക്ക് ഗേറ്റ് ടെർമിനലിൽ നെഗറ്റീവ് വോൾട്ടേജ് വേണം, അല്ലെങ്കിൽ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കണം. സോ ദാറ്റ് ഇവിടെ RG1ഉം RG2ഉം should be selected in such a way that VG is less than VS. അതായത് VG should be less than VS. അതായത് VS ആയിരിക്കണം കൂടുതൽ. VS കൂടുതലാകുന്ന സമയത്താണല്ലോ VGS will be negative. So to ensure negative VGS, select RG1 and RG2 in such a way that VG is less than VS. അതായത് VG should be less than VS so that we can ensure negative voltage at gate terminal. So VGS will be negative and it will be reverse bias. Okay, fine. Now നമ്മൾ ഓൾറെഡി നമുക്കറിയാം ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റിന്റെ കേസിൽ പറഞ്ഞു ഷോക്ലി ഈക്വേഷൻ പ്രകാരം ID is equal to IDSS into 1 minus VGS divided by VP whole square. ഓക്കെ, അപ്പോൾ ID നമുക്ക് ഓൾറെഡി കണ്ടുപിടിക്കാൻ പറ്റും given the parameter IDSS and VP. Now from already VGS നമ്മൾ കണ്ടു. സോ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ID ഇവിടെ കിട്ടും. സോ ഫ്രം ഡ്രെയിൻ ലൂപ്പ് നമുക്ക് എന്ത് എഴുതാം? ഡ്രെയിൻ ലൂപ്പ് ഇവിടെ ഈ ഒരു ഡ്രെയിൻ ലൂപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? VDD will be equal to ഇവിടെയുള്ള കറണ്ട് IDRD പ്ലസ് ഇവിടെയുള്ള വോൾട്ടേജ് എന്താ? VDS പ്ലസ് ഇവിടെയുള്ള വോൾട്ടേജ് IDRS. ഓക്കെ, സോ VDD will be equal to IDRD plus VDS plus IDRS. സോ ഇതിൽ നിന്ന് നമുക്ക് VDS കണ്ടുപിടിച്ചൂടെ? ഓക്കെ, ഇതിൽ നിന്ന് VDS will be equal to VDD minus ID into RD plus RS നമുക്ക് എഴുതാലോ. ഓക്കെ, സോ VDS will be equal to VDD minus ID into RD plus RS എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ നമ്മൾ ഓൾറെഡി എന്താ VGS കണ്ടുപിടിച്ചു, ദെൻ ഇത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ID കണ്ടുപിടിച്ചു, ദെൻ ID ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VDSഉം കിട്ടും. ഓക്കെ, സോ നമുക്ക് VDSഉം കിട്ടി VGSഉം കിട്ടി. അതിൽ നിന്ന് നമുക്ക് Q പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് വോൾട്ടേജ് ഡിവൈഡർ biasing in depletion mode MOSFET. So with this I am concluding today's lecture. In next lecture we will be seeing enhancement mode biasing in MOSFET. Okay, thank you.